പ്രിന്റു, ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലത്തെ വാർത്ത എന്നുള്ളത് ആ സിനിമ റീസെൻസറിങ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണല്ലോ. 17 കട്ടുകൾ. അതിനോട് BJP എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അങ്ങ് ആദ്യം പറഞ്ഞ കാര്യം തന്നെ വസ്തുതാവിരുദ്ധമാണ്. റീസെൻസറിങ് നടന്നിട്ടില്ല. അതിനകത്ത് എഡിറ്റിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എത്രമാത്രം ഏതൊക്കെ രീതിയിൽ തെറ്റിദ്ധാരണയ്ക്കും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് പലരും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇടയാക്കിയ കാര്യം എന്താണെന്നാണ് താങ്കൾ വിശദീകരിക്കുന്നത്? പ്രിന്റു, റീ എഡിറ്റിംഗ് എന്ന് വേണമെങ്കിൽ സാങ്കേതികമായി പറയാം. കാരണം സെൻസറിംഗ് കഴിഞ്ഞ് തിയേറ്ററിൽ എത്തിയ സിനിമ, അതിന്റെ പേരിൽ പിന്നെ വിവാദം വരുന്നു. അതിനുശേഷം ഇന്ന ഭാഗങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നതാണ് എന്ന് നിങ്ങൾ കുറച്ചു പേർക്ക് തോന്നുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിർമ്മാതാക്കൾ തന്നെ ഞങ്ങളിതാ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുകയാണ്. സിനിമയുടെ പിന്നണി പ്രവർത്തകർ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അതിനെ എഡിറ്റിംഗ് എന്ന് വിളിക്കുന്നു, ഞങ്ങൾ അതിനെ റീസെൻസറിങ് എന്ന് പറയുന്നു. കാരണം ആവശ്യപ്പെട്ടതിന് പ്രകാരം ചെയ്തു കൊടുക്കുന്നതാണല്ലോ. ഇനി പറഞ്ഞോളൂ. അതിൽ തന്നെ സാങ്കേതികപരമായ പ്രശ്നമുണ്ട്. റീസെൻസറിങ് നടന്ന സിനിമകളുണ്ട്, റീസെൻസറിങ് നടക്കുന്ന സിനിമ. അതുകൊണ്ട് അങ്ങ് പറഞ്ഞ പദപ്രയോഗം തന്നെ തെറ്റാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി കൃത്യമായിട്ട് അതിൻ്റെ ഈ എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു സിനിമയ്ക്കും എതിരല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തന്നെയാണ് സിനിമയുടെ പ്രമേയം, അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയിൽ BJP സിനിമയ്ക്കെതിരാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരാണെന്നൊക്കെ ബോധപൂർവമായ ഒരു ധാരണ പരത്തുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ആദരണീയനെ സംസ്ഥാന പ്രസിഡന്റ് ആയിക്കോട്ടെ, BJP നേതാക്കളായിക്കോട്ടെ, പാർട്ടിക്കകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എമ്പുരാൻ എന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ പാർട്ടിയെയോ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെയോ ഒരു തരത്തിലും സ്വാധീനിക്കാത്ത സംഗതിയാണ്. ഒരു സിനിമ കണ്ടുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പ്രസ്ഥാനമല്ല BJP. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളെ ബാധിക്കാത്തൊരു വിഷയമാണ്. പിന്നെ ഒരു സിനിമ എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം അതിന് പ്രേക്ഷകരുണ്ട്. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുണ്ടല്ലോ. ആവിഷ്കാര സ്വാതന്ത്ര്യം വൺ വേ ട്രാഫിക് ഒന്നുമല്ലല്ലോ. ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ആ സിനിമയുടെ പ്രേക്ഷകരുണ്ടാവാം, അതിൽ വിയോജിപ്പുള്ളവരുണ്ടാവാം, അവർ വിയോജിപ്പിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. ആ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ അതിൻ്റെ നിർമ്മാതാക്കൾ അതുമായി ബന്ധപ്പെട്ട് റീ എഡിറ്റിംഗ് തയ്യാറായിട്ടുള്ളത്. അത് പ്രേക്ഷകരും ഒരു സിനിമയും തമ്മിലുള്ള ഒരു ഫൈറ്റായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പാർട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധമില്ല. ഞങ്ങൾ റീസെൻസറിംഗ് ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു റീ എഡിറ്റിംഗ് ആവശ്യപ്പെട്ടിട്ടില്ല. ഈ സിനിമയെക്കുറിച്ച് ഞങ്ങളൊരു മോശമായ പരാമർശവും നടത്തിയിട്ടില്ല. BJP നിലപാടായി പ്രധാനപ്പെട്ട BJP നേതാക്കൾ താങ്കൾ പറഞ്ഞ വാചകങ്ങൾ തന്നെ എടുത്തു പറയുന്നുണ്ട്. MT രമേശ് ആയാലും ഇപ്പോഴത്തെ പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആയാലും പറഞ്ഞ ആ കാര്യം തന്നെയാണ്. അദ്ദേഹം സിനിമ കാണുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ RSS മുഖമാസികയിൽ വന്നിരിക്കുന്ന, ഓർഗനൈസറിൽ വന്നിരിക്കുന്ന ലേഖനം, ആ ലേഖനത്തെ പൂർണ്ണമായും തള്ളുന്നുണ്ട്. അത് ഞങ്ങളുടെ അഭിപ്രായമല്ല, അത് ശരിയായ അഭിപ്രായമല്ല എന്ന നിലപാടാണോ BJPക്ക്? കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി പ്രിന്റു. അങ്ങനെ ഓർഗനൈസറിൻ്റെ അഭിപ്രായം തള്ളേണ്ട ആളുകളല്ലോ ഞങ്ങൾ. ഓർഗനൈസർ എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ഓർഗനൈസേഷനായിട്ടുള്ള RSSൻ്റെ മുഖപത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നാടിനെ ബാധിക്കുന്ന, സാംസ്കാരിക മേഖലയിൽ ബാധിക്കുന്ന അത്തരം വിഷയങ്ങൾ ഓർഗനൈസർ പ്രതികരിക്കും. അത് ഓർഗനൈസറിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിൽ ഓർഗനൈസർ ഒരു നിലപാടെടുക്കുന്ന സമയത്ത് അത് ഓർഗനൈസറിനെ ഞങ്ങൾ തള്ളി പറയേണ്ട കാര്യമൊന്നുമല്ലല്ലോ. ഒരു സിനിമയായതുകൊണ്ട് തന്നെ സിനിമ പ്രേക്ഷകരുടേതാണ്. പ്രേക്ഷകരുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം, പാർട്ടിയുടെ അഭിപ്രായത്തിനല്ല പ്രാധാന്യം. അപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന രീതിയിൽ പൊതുബോധം ഉയർന്നു വന്നപ്പോൾ ഓർഗനൈസർ പ്രതികരിച്ചിട്ടുണ്ടാകാം. അതിനകത്ത് ഓർഗനൈസർ ഞങ്ങൾ തള്ളി പറയേണ്ട കാര്യമില്ല. കാരണം ഈ സിനിമയാണെങ്കിൽ പോലും സിനിമയ്ക്കകത്ത് ഒരു രാഷ്ട്രീയ കൃത്രിമത്വം നടത്തുന്നത് അങ്ങേയറ്റം അപകടമാണ്. എവിടെയാണ് രാഷ്ട്രീയ കൃത്രിമത്വം? പ്രിന്റു മഹാദേവ്, എവിടെയാണ് രാഷ്ട്രീയ കൃത്രിമത്വം? ഒന്ന് വിശദീകരിക്കാമോ? സ്മൃതി, ആ സിനിമയ്ക്കകത്ത് സ്മൃതി രാഷ്ട്രീയ കൃത്രിമത്വമാണ്. നോക്കൂ, ഇന്ത്യയെ തന്നെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഒരു കലാപത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ഈ സിനിമ എടുക്കുന്നത്. ആ സിനിമ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അതിൽ ഓരോരോ കാര്യങ്ങളും, ആ സിനിമ നമുക്കറിയാമല്ലോ, സിനിമയ്ക്കകത്ത് ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാകാം ഇത് വസ്തുതകളുമായിട്ട് ബന്ധം, ജീവിച്ചിരിക്കുന്നവരുമായിട്ടോ മരിച്ചവരുമായിട്ടോ ബന്ധമില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ. പക്ഷേ നമുക്കറിയാമല്ലോ ഈ സിനിമയുടെ പശ്ചാത്തലം എന്താണെന്ന്. ആ പശ്ചാത്തലത്തിനോട് നീതി പുലർത്തിയിട്ടുണ്ടോ ഈ സിനിമ? നീതി പുലർത്താത്ത വിശദീകരിക്കൂ. എന്താ സംശയം? അനീതി പുലർത്തിയില്ല അതൊന്ന് പറയൂ. അല്ല, പ്രിന്റ് വിശദീകരിക്കൂ. എന്ത് അനീതിയാണെന്ന് വിശദീകരിക്കൂ. 2002 രാജ്യത്ത് സംഭവിച്ചതാണ്. അതേക്കുറിച്ച് ഒന്നും മിണ്ടരുത്. അതേക്കുറിച്ച് മിണ്ടിയാൽ രാജ്യത്തെ വിഭജിക്കലാണ്, ദേശവിരുദ്ധമാണ് ആ സിനിമ എന്നാണ് ഓർഗനൈസർ പറയുന്നത്. പ്രിന്റു, അപ്പോൾ പ്രിന്റുവിന്, നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, BJPക്ക് ഇതേക്കുറിച്ചുള്ള വ്യക്തത വരുത്താനുള്ള സമയമാണ്. പറഞ്ഞോളൂ. അപ്പോൾ എന്ത് രാഷ്ട്രീയ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു ആ സിനിമ? സിനിമയിൽ അങ്ങ് ഉദ്ദേശിക്കുന്നത്
ഉദ്ദേശിക്കുന്നത് ഇതിലെ കണ്ടന്റുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അങ്ങ് മനസ്സിലാക്കണം, ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന ഒരു കലാപമുണ്ടല്ലോ, ആ കലാപത്തിന്റെ അന്തരീക്ഷത്തെക്കുറിച്ചും കലാപം നടന്ന സാഹചര്യത്തെക്കുറിച്ചും പൊതുസമൂഹത്തിന് കൃത്യമായ ബോധ്യമുള്ള ഒരു കാര്യത്തെ ഈ സിനിമ എങ്ങനെയാണ് അതിനകത്ത് ചിത്രീകരിച്ചിട്ടുള്ളത്? എന്താണ് കലാപമാണ് പ്രമേയമായി വെക്കുന്നതെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു കലാപമാണെങ്കിൽ സ്മൃതി അതിനകത്തൊരു ട്രെയിൻ കത്തിക്കുന്ന സാഹചര്യം അവിടെ സൃഷ്ടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യ മഹാരാജ്യത്ത് അനവധി കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇവിടെ ഒരു ട്രെയിനിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചിത്രീകരണം നടത്തുന്നു. സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാകുന്നു? അത് എങ്ങനെയാണ് ഉണ്ടായെന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ രാജ്യത്ത് സുപ്രീം കോടതി അടക്കം ഇഴകീറായിട്ട് പരിശോധിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ ഗോദ്ര. ആ ഗോദ്രയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ സിനിമയിലെ വസ്തുത എന്താണ്? വ്യക്തത വരുത്തി പോകൂ. എന്താ സംശയം? എനിക്കറിയേണ്ടത് ഗോത്ര കലാപത്തിൽ ഗോത്രയിൽ അന്തിമമായ തീർപ്പ് വന്നോ ഇല്ലയോ? തീർപ്പ് വന്നല്ലോ. എന്താണ് ഗോദ്രയിൽ അന്തിമമായ തീർപ്പ് വന്നതുകൊണ്ടുള്ള 2018 11ഓളം പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചത് എന്തിനാണ് സ്മൃതി? ശരി, 69 പേർ കുറ്റക്കാരെന്ന് കണ്ടെത്തി. അവർ അപ്പീൽ പോയിട്ടുണ്ട്. അപ്പീൽ പോയി അത് ഇപ്പോഴും കേസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് തരം അന്വേഷണ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടല്ലോ അല്ലെ? രണ്ട് തരം അന്വേഷണ റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിൽ പൂർണ്ണ സത്യത്തോടെ കാര്യങ്ങൾ തെളിഞ്ഞു വന്നിട്ടില്ല. പ്രിഞ്ചു ഒരു അന്വേഷണ കമ്മീഷൻ പറയുന്നു പുറത്തുനിന്ന് കത്തിച്ചതാണെന്ന്. അന്വേഷണത്തിന് നേതൃത്വം വഹിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇത് പുറത്തുനിന്ന് കത്തിച്ചതാണെന്ന വാർത്ത പുറത്തേക്ക് കൊടുത്തതെന്ന് പറയുന്നു. രണ്ടാമത്തെ കമ്മീഷന്റെ നാനാവധി കമ്മീഷനും പിന്നെ രണ്ടാമത്തെ കമ്മീഷൻ ഉണ്ടല്ലോ അല്ലെ? രണ്ടാമത്തെ കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കമ്മീഷൻ അല്ലെ? രണ്ടാമത്തെ കമ്മീഷൻ പറഞ്ഞ അകത്തു നിന്നായിരിക്കാം തീ കത്തിച്ചെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അല്ല സ്മൃതിക്ക് തെറ്റുപറ്റി. ആദ്യത്തെ കമ്മീഷൻ അന്വേഷിച്ചത് ബാനർജി കമ്മീഷനാണ്. ബാനർജി കമ്മീഷനെ നിയമിച്ചത് ലാലു പ്രസാദ് യാദവ് ആയിരുന്നു. ഈ കമ്മീഷൻ റിപ്പോർട്ടുകൾ അന്ന് ലാലു പ്രസാദ് യാദവ് ആയിരുന്നു റെയിൽവേ മന്ത്രി. ലാലു പ്രസാദ് യാദവ് പറഞ്ഞു വിടുന്ന കള്ളക്കതനുസരിച്ചുകൊണ്ട് ഈ ബാനർജി കമ്മീഷൻ പ്രവർത്തിച്ചു. അവസാനം ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞു ഭരണഘടനാ വിരുദ്ധവും നീതിയുക്തവുമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വേണ്ട ഈ കമ്മീഷനെ ഞങ്ങൾ പിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കമ്മീഷൻ സംസ്ഥാനവും മറ്റൊരു കമ്മീഷൻ ലാലു പ്രസാദ് യാദവ് അന്ന് റെയിൽവേ മന്ത്രിയാണ്. ഒരു മിനിറ്റ്, രണ്ട് തരം കമ്മീഷൻ വേണ്ട, ഒരു കമ്മീഷൻ അവിടെ അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ രണ്ടാമതൊരു കമ്മീഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയാണ്, സുപ്രീം കോടതിയാണോ പറഞ്ഞത്? അങ്ങനെയല്ല അങ്ങ് തെറ്റിദ്ധരിപ്പിക്കല്ലേ. കേന്ദ്രവും സംസ്ഥാനവും അന്ന് കേന്ദ്രം ഭരിക്കുന്നത് ആരാണ്? അന്ന് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ യോജിച്ച ഒരു കമ്മീഷൻ വെച്ചു, നാനാവധി കമ്മീഷൻ. ഞാൻ പറയട്ടെ നാനാവധി കമ്മീഷന്റെ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് പറയുന്നു ഗോദ്ര കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് വ്യക്തത വരുത്തിയിട്ടുണ്ട്. ആ കമ്മീഷന്റെ റിപ്പോർട്ടിനനുസരിച്ചാണ് ഈ പറയുന്ന 11 പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിച്ചത്, 31ഓളം പേരെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇഴകീറായിട്ട് ഇന്ത്യൻ സുപ്രീം കോടതി പരിശോധിച്ച ഒരു വിഷയത്തെ ഇവിടെ അസത്യ പ്രചരണം നമ്മുടെ മുന്നിലുണ്ട്, നാനാവധി കമ്മീഷനും ഉണ്ട്. രണ്ടിന്റെയും വ്യത്യസ്തമായ കണ്ടെത്തലുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. രണ്ടും വ്യത്യസ്തമായ കണ്ടെത്തലുകളാണ്. ഈ കേസിൽ ഇപ്പോൾ അപ്പീൽ പോയതടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പീൽ പോയതടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അതിന്റെ പൂർണ്ണമായ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് ചരിത്രത്തെ വളച്ചൊടിച്ചു എന്നുള്ളതാണ്. ചരിത്രത്തെ വളച്ചൊടിച്ചൊന്നുമല്ല. ചരിത്രം എന്ന് പറയുന്ന സമയത്ത് സ്മൃതി സ്വാഭാവികമായിട്ട് ചരിത്രാതീത കാലം മുതൽ എഴുതുന്നതാണ്. അത് രേഖപ്പെട്ട രേഖകളോ ചിലപ്പോൾ ഇല്ലാത്തതും ഇല്ലതും ഒക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ലല്ലോ. നിയതമായിട്ട് നമ്മുടെ കൺമുമ്പിൽ 22 വർഷങ്ങൾക്ക് അപ്പുറത്ത് നടന്നൊരു സംഭവത്തെയാണ് ഇവിടെ കൃത്യമായി അസത്യ പ്രചരണം നടത്തുന്നത്. ആ പ്രചരണത്താണ് ഞങ്ങൾ പറയുന്നത്. അത് പ്രേക്ഷകർ എന്ന രീതിയിൽ പലരും പ്രതികരിച്ചിട്ടുണ്ടാകും. കുട്ടിയെ പുറത്തെടുക്കുകയും ഒന്നും നടന്നിട്ടില്ല എന്നാണോ പറയുന്നത്? ആളുകളെ ജീവനോടെ കത്തിച്ചു കൊന്നിട്ടില്ല എന്നാണോ പറയുന്നത്? അത് സംഭവിച്ചിട്ടില്ല എന്നാണോ പറയുന്നത്? സ്മൃതി, നുണപ്രചരണം നിങ്ങൾ നടത്തല്ലേ? നിങ്ങൾ കഴിഞ്ഞ 23 കൊല്ലമായിട്ട് ഈ ശൂലത്തിന്റെയും ഗർഭിണിയുടെ നുണയാണ്, പച്ചക്കള്ളം. നിങ്ങൾ പറയും ഈ നുണ പച്ചക്കള്ളം ഗർഭിണിയുടെയും ശൂലത്തിന്റെയും കഥ നിങ്ങൾ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഗുജറാത്ത് കലാപം അന്വേഷിച്ച നിരവധി സാങ്കല്പിക കഥാപാത്രങ്ങളാണ് പ്രിൻസുവിന്. ശരി, ഞാൻ വരാം. ഞാൻ ഇനി അടുത്ത പ്രതിനിധിയിലേക്ക് പോയ ശേഷം ആയാലും ഹിമ
കൗസറായാലും എല്ലാം സാങ്കല്പിക കഥാപാത്രങ്ങളാണ്. പറഞ്ഞില്ല അതിൽ വ്യക്തത വരുത്തണം സ്മൃതി അതിൽ വ്യക്തത വരുത്തിയിട്ട് വേണം നമുക്ക് അടുത്ത ചർച്ചയിലേക്ക് പോകാം. അങ്ങ് മാത്രമല്ല പലരും പറയുന്നുണ്ട് ഈ ഗർഭിണിയുടെയും ശൂലത്തിന്റെയും കഥ. ഈ ഗർഭിണിയുടെയും ശൂലത്തിന്റെയും കഥ എവിടെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട് എവിടെയാണ് FIR ഇട്ടത്? നമ്മൾ പറയുന്ന നമ്മുടെ സുപ്രീം കോടതി 3 അംഗ കമ്മീഷനെ വെച്ചു ഈ ഗർഭിണിയുടെ കഥയ്ക്ക് വേണ്ടി അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ആ അന്വേഷണ കമ്മീഷൻ ഗുജറാത്തിന്റെ ഒരു തെരുവീതികളിലും ഇത്തരത്തിൽ ഗർഭിണിയുടെയും ശൂലത്തിന്റെയും ഭയപ്പാടോടെ ജീവിച്ചു. ഞങ്ങൾ എങ്ങനെയാണ് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളുടെ ഏത് മതത്തിൽപ്പെട്ടതാണെന്ന് പരിശോധിച്ചത് എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഒരു ഡോക്യുമെന്ററിക്ക് ഇവിടെ എന്തായിരുന്നു അനുഭവം? ഡോക്യുമെന്ററി ഇവിടെ പുറത്തു വന്നു. BBC എടുത്ത ഡോക്യുമെന്ററി എന്തായിരുന്നു അതിന്റെ അനുഭവം? പ്രതികരണം നടത്തിയത് ഗുജറാത്തിലല്ല, 1921 മലബാർ കലാപത്തിലാണ്. മലബാർ കലാപത്തിലെ എങ്ങോട്ട് വേണമെങ്കിലും ഓടിപ്പോകാം. നിങ്ങൾ മാധവൻ നായരുടെ മലബാർ കലാപമായി മാധവൻ നായരുടെ മലബാർ കലാപത്തിനകത്താണ് ശരി, മലബാർ സിനിമ ചെയ്യാൻ പോയ പൃഥ്വിരാജിനെ നിങ്ങൾ ഇപ്പോൾ ദേശവിരുദ്ധരായിട്ടാണല്ലോ കാണുന്നത്, അല്ലെ? ഇപ്പോൾ കുറച്ച് 2 ദിവസമായിട്ട് ദേശവിരുദ്ധനായിരിക്കുകയാണ് പൃഥ്വിരാജ് എന്നുള്ളതാണോ? പൃഥ്വിരാജ് അല്ല, ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജ് ഞങ്ങൾക്കൊരു വിഷയമല്ല. പൃഥ്വിരാജിന് നാളെ പർവേശരാജ ആയിരുന്നാലും ഞങ്ങൾ അതൊന്നും ബാധിക്കുന്നില്ല. നടൻ, സംവിധായകൻ, നിർമ്മാതാവിനെതിരെ നിങ്ങൾക്ക് എന്തും പറയാമെന്നുള്ള രൂപത്തിലുള്ള പോസ്റ്റുകളും പ്രതികരണങ്ങളൊക്കെ നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളിൽ നിന്ന് തന്നെ പറഞ്ഞത്. സ്മൃതി BJPയുടെ ഏതെങ്കിലും BJP എന്ന് പറഞ്ഞില്ല, നിങ്ങളുടെ പരിവാരത്തിൽപ്പെട്ടത് പോട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ താങ്കൾ BJPയുടെ വളരെ വ്യക്തമായ നിലപാടെന്ന് പറഞ്ഞ ഒരു കാര്യം അങ്ങോട്ട് പറയുന്നു. അപ്പുറത്ത് RSSന്റെ മുഖമാസികയിൽ ഓർഗനൈസറിൽ വന്നിരിക്കുന്ന ലേഖനത്തിലെ വാചകങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതും ശരിവെക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാം ശരിവെക്കുകയാണല്ലോ. ഞാനൊന്ന് ആർഷോയിലേക്ക് പോകുന്നു. PM ആർഷോ സിനിമ കണ്ടോ? പ്രിന്റു നമുക്ക് ചർച്ചയിൽ ഒറ്റ ഇടവേളയുള്ളൂ. നമുക്ക് സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. Debate with Smriti Parathikkad.